ഇരിക്കും. ഇതാണ് മോഹനേട്ടൻ. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് ഈ ഒരു സമ്പാദ്യം മാത്രം. ഏതി ശപിക്കപ്പെട്ട നിമിഷത്തിലാണോ ആക്സിഡന്റ് ഉണ്ടായത്? ഇതുപോലൊരു അപകടത്തിലാ എന്റെ മകന് ഓർമ്മക്കുറവ് സംഭവിച്ച്. ആ അപകടം സംഭവിക്കാതിരുന്നെങ്കിലെന്ന് ഞാൻ എന്നും ചിന്തിച്ചു വിഷമിക്കാറുണ്ട്. ആ അപകടത്തിന് മുൻപാണ് ശ്രീകല സിദ്ധുവിനെ പരിചയപ്പെട്ടിരുന്നെങ്കിൽ അവനെ മരുമകനാക്കാൻ ശ്രീകലയ്ക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ലായിരുന്നു. അത്രയ്ക്കും മിടുക്കനായിരുന്നു എന്റെ സിദ്ധു. ചായ. അല്ല, കല്യാണ പെണ്ണുങ്ങൾ രണ്ടും അവിടെ? അഞ്ചതകത്ത് മുഖം മിനുക്കുക. ആ, ദേവിക സ്കൂളിൽ പോയിരിക്കാം. അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം കല്യാണത്തിന്റെ ആവശ്യങ്ങൾക്കായി 1-2 സ്ഥലത്ത് കയറിയിട്ടേ അവള് വരൂ. ആ ആ അമ്മ വന്നത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ മുഖത്ത് മാസ്ക് ഇടുമായിരുന്നു. ആഹാ, കൊള്ളാലോ. അല്ല, ദേവിക ഇങ്ങനെ വെയിലും കൊണ്ട് നടന്നാ നാളെ തിളക്കം കുറയുമല്ലോ. ദേവിക്കുള്ളതും കൂടി ചേർത്ത് അഞ്ചിതയ്ക്ക് തിളങ്ങാനാ പ്ലാൻ. കല്യാണത്തിന് മുമ്പ് കുറച്ചു ദിവസം ലീവ് എടുക്കാൻ ഞാൻ ദേവികയോട് പറഞ്ഞതാ. പക്ഷെ അവൾ അത് കേട്ടില്ല. ദേവിക അങ്ങനെയാ. സ്വന്തം കാര്യത്തേക്കാൾ അവൾക്ക് വലുതെപ്പോഴും കുടുംബവും സ്കൂളും അവിടുത്തെ കുട്ടികളും ഒക്കെയാ. എന്റെ മോള് പണ്ട് മുതലേ അങ്ങനെയാ. അവളാ ഞങ്ങൾക്കെല്ലാം. ദേവിക പുറത്തുപോയി കഷ്ടപ്പെടുമ്പോ എന്റെ മോള് വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടും. അത് നീ ചോദിക്കേ. ജാനകി ചേച്ചി ഉണ്ടെങ്കിൽ ഇതൊന്നും സംസാരിക്കാതെ മറ്റെന്തെങ്കിലും പറഞ്ഞ് നീ ഫോൺ കട്ടി. നീ വിളിക്കേ. ആ ഫോൺ സ്പീക്കറിലിട്. ഹലോ, ശ്രീകലെ, വീട്ടിലെത്തിയോ? ആ എത്തി. ജാനകി എടുത്തി ഉണ്ടോ അടുത്ത്? ഇല്ല, എന്തേ? ഏയ്, ഒന്നുമില്ല. അവിടെ ഉണ്ടോന്നറിയാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഏട്ടത്തി അവിടെ ഇല്ലാത്തത് എന്തായാലും ഭാഗ്യേ. എന്താ മായേ, എന്താ കാര്യം? അല്ല, ശ്രീകല ഇത്രയും കഷ്ടപ്പെട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്തു വന്നിട്ടും ശ്രീകല നിശ്ചയിച്ചതുപോലെ കല്യാണം മുടക്കാൻ പറ്റിയില്ലല്ലോ. ശ്രീകലെ, ഇന്ന് ശ്രീകല കുറച്ചു നേരം കൂടി അഭിനയം തുടർന്നിരുന്നെങ്കിൽ ചിലപ്പോ ചേട്ടന്റെയും ചേട്ടത്തിയുടെയും മനസ്സ് മാറിയാനെ. ഞാൻ അഭിനയിച്ചതൊന്നുമല്ല. ഞാൻ എന്റെ വിഷമം കൊണ്ട് ചെയ്തു പോയത്. എന്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഞാൻ മരിക്കാൻ പോലും തയ്യാറായിരുന്നു. അല്ല ശ്രീകലെ, അല്ല ഇനിയിപ്പോ ഈ കല്യാണം എങ്ങനെ മുടക്കും? വിവാഹം നാളെയല്ലേ? അതിനുമുമ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഇനി ഞാൻ ഒന്നിനുമില്ല. എല്ലാം വിധി പോലെ നടക്കട്ടെ. എന്റെ മകളുടെ തീരുമാനം എന്താണോ അതിനൊപ്പം നിൽക്കാന് എന്റെ തീരുമാനം. സിദ്ധാർത്ഥനും ദേവികയും തമ്മിലുള്ള ജീവിതം എന്താവുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്റെ മകൾ ദേവികയ്ക്ക് കിട്ടിയിരിക്കുന്നത് നല്ലൊരു അമ്മായിയമ്മയും അമ്മായിച്ചനാണെന്ന് എനിക്ക് ബോധ്യായി. ഓ, അപ്പോ ഇതാണ് ശ്രീകളുടെ തീരുമാനം? അതെ. ശരി, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ.
അപ്പൊ ആ മാർഗം പൂർണ്ണമായിട്ടും അടഞ്ഞു. ആ ഇനി എന്തായാലും ശ്രീകലയോട് സംസാരിച്ചത് യാതൊരു കാര്യവുമില്ല. നമുക്ക് വേറെ എന്തെങ്കിലും വഴി നോക്കാം. ഒന്നും ഉണ്ടായില്ല. കാണിക്ക സമർപ്പണത്തിന് മുമ്പ് ക്ഷേത്രക്കുളത്തിലൊന്നും മുങ്ങി വരാൻ തിരുമേനി സിദ്ധുവിനോട് പറഞ്ഞിരുന്നു. എന്നിട്ട് നീ പേടിക്കൊന്നും വേണ്ട. ഒന്നും മുങ്ങി വരാൻ പറഞ്ഞപ്പോ സിദ്ധു ആ അമ്പലക്കുളത്തിൽ കിടന്ന് തല തണുക്കിയൊന്ന് കുളിച്ചു, അത്രേ ഉള്ളൂ. അല്ല, എന്നിട്ട് ആളെവിടെ? കുളത്തിൽ കിടന്ന് നീരാടിയതല്ലേ, അതിന്റെ ക്ഷീണം കാണും. വന്ന ഉടനെ കേറി കിടന്നതാ, അപ്പ തന്നെ ഉറങ്ങിപ്പോയി. ഉറങ്ങാണോ? ശ്രീകല ഇവിടെ വന്നുണ്ടാക്കിയ ബഹളമൊക്കെ ഞാൻ അറിഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട് ശ്രീകലയുടെ മാനസികാവസ്ഥ? ശ്രീകലയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചാ നമുക്ക് ശ്രീകലയെ കുറ്റപ്പെടുത്താനാവില്ല അമ്മേ. ദേവികയുടെ ഭാവിയെക്കുറിച്ച് ശ്രീകലയ്ക്ക് ഒരുപാട് സങ്കല്പങ്ങളുണ്ടായിരുന്നു. അതൊക്കെ തകർന്നുപോയി എന്ന ചിന്തയായിരുന്നു ശ്രീകലയ്ക്ക്. ശ്രീകല എന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത്? ശ്രീകലയ്ക്കും ദേവികയ്ക്കും അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം എടുക്കാമെന്ന് അന്ന് ശ്രീകല ആദ്യമായി ഇവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞതാണല്ലോ. അപ്പൊ ശ്രീകലയ്ക്കും ഈ ബന്ധം വേണ്ടാന്ന് വെക്കായിരുന്നില്ലേ? അയ്യോ അമ്മേ, അമ്മ വെറുതെ കാട് കയറണ്ട. ശ്രീകലയ്ക്ക് ഇപ്പൊ ഏറെക്കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പിന്നെ വിഷമം പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല. അതിന് കുറച്ച് സമയമെടുക്കും. ഞാൻ പറയട്ടെ, ഇല്ല, എനിക്ക് പോണം.